വെൽക്കം ടു എക്സൽ പി എസ് സി. വീണ്ടും 10 ചോദ്യങ്ങൾ വായിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേത്, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തെലങ്കാന. രണ്ടാമത്തേത്, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഉത്തരം അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. നാലാമത്തെ ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. അപ്പോൾ 2 പ്രസ്താവനകൾ തന്നിട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, ഒന്നാമത്തേത്. രണ്ടാമത്തെ പ്രസ്താവന, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. 7ാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനുത്തരം ഗ്ലോറിയസ് റവല്യൂഷൻ. ഇനി 8ാമത്തേത്, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. 9ാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഉത്തരം ഇൽമനൈറ്റ്. അവസാന ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മഹാരാഷ്ട്ര. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട PSC ചോദ്യോത്തരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.